മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഖലീഫ. ഞാൻ ഇന്നലെ പനി ഒടിച്ച് പണ്ടാരടങ്ങി കിടക്കുന്നത്. വൈറൽ ഫീവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമയും ഇതേറ്റവും ഒന്നും റിക്കവർ ആയിട്ടില്ല. എന്ത് ഡിസ്കോഡായിരുന്നു, സോറി. അപ്പം ഇതുവരെ അത്യാവശ്യം അങ്ങനെയൊന്നും റിക്കവർ ആയിട്ടില്ല. എന്നാൽ പോലും ഇന്നലെ ഞാൻ ട്രെയിലർ വന്നത് അറിഞ്ഞായിരുന്നു, പക്ഷേ തല പൊക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. ബട്ട് ഐ ആം നൗ ഫൈൻ. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മുടെ രാജുവേട്ടൻ്റെ, പൃഥ്വിരാജിൻ്റെ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഒന്നും നോക്കാനില്ല, റിയാക്ട് ചെയ്യാൻ പോകുന്നു. എവിടെ വന്നു ഖലീഫ. സോണി മ്യൂസിക് മലയാളം തരൂ. അറിഞ്ഞൂടാ, നോക്കാം. വോളിയൊക്കെ അപ്പം തന്നെയടേ ഫുള്ള്. യൂട്യൂബ് പ്രീമിയം ലൈറ്റാണ് എൻ്റേത്. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബ് പ്രീമിയം ലൈറ്റിൽ ആഡ് വരും. പഴയ യൂട്യൂബില്ലേ, പണ്ട് നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ഒരു ആഡ് മാത്രം തരണം, അതാണ് യൂട്യൂബ് പ്രീമിയം ലൈറ്റ്. ഇപ്പം എന്തിനാണ് പ്രീമിയം എന്ന് എഴുതിയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പാടി മോനെ കിടില മ്യൂസിക്. പൃഥ്വിരാജ് ബാക്ക് ഷോട്ട്. അടിയനട്ടാ അടി. നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ ആമിർ അലി. മോനെ എന്തൊരു ലുക്കടായി. ഷമ്മിത്തലകനെ കൊണ്ട് എവനാണ് മില്ലൻ. നീൽ നിതിൻ മുകേഷ്. ഗോൾഡ് പൊട്ടിക്കാൻ പോവാ. ഒരിടത്ത് കിടക്ക, ഞാൻ പൊട്ടിക്കും. പടക്കം പൊട്ടിക്കണ കേസാണ് ഈ പറയണത്. ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് വെറുതെ വളം ഇട്ട് കൊടുക്കരുത്. എന്റെ തന്തയോട് പോയി പറയണം. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പഴയ മോനിഷ ഷമ്മിത്തലകൻ അല്ല, ഷമ്മിത്തലകനല്ലേ, രഞ്ജി പണിക്കർ. ചമൻ ചാക്കോ എഡിറ്റർ, ജെക്സ് വിജയ് മ്യൂസിക്. നല്ല മ്യൂസിക് കേട്ടോ. ജോമോ ടി ജോൺ ഫോട്ടോ. ഇത് ISI ജിനുബി എബ്രഹാം. ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിട കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇവിടെ അടുത്തത് പൊട്ടി. ഇത് മാസ് പടോടെ, ഇത് ചുമ്മാ ഭീഷണിയൊന്നുമല്ല സാറേ. ഉമ്മാണ് ഞാൻ ചെയ്യും. പാർട്ട് 1. അയ്യോ, ഇത് പാർട്ട് 1 ആണോ? ഇതിന്റെ പാട്ട് കൊട്ടെ. വിശാഖം ഫിലിം തള്ളി അല്ല ലാലേട്ടല്ലേ? ആ വിരലുകൾ എനിക്കറിയാം, അത് ലാലേട്ടനാണ്. പുള്ളിയുടെ വിരലുകൾ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ വിരലുകൾ എപ്പോഴും നോക്കാറുണ്ട്. അത് ലാലേട്ടനാ. ഇത് യാനിക് ബെൻ അല്ലേ ആക്ഷൻ? യാനിക് ബെൻ, ചേത്തൻ ഡിസൂസ, ഫീനിക്സ് പ്രഭു, 3 പേരാണ്. അപ്പോൾ യാനിക് ബെൻ ഏതൊക്കെയോ സാധനങ്ങൾ യാനിക് ബെൻ ചെയ്തിട്ടുണ്ട് ഫൈറ്റിൽ. ഞാൻ വിചാരിച്ച ഫുൾ സിനിമ യാനിക് ബെൻ ആയിരിക്കും എന്നാണ്. അല്ല, യാനിക് ബെൻ ഇത്തിരി എക്സ്പെൻസീവാണ്, നല്ല കത്തിയാണ്. ബട്ട് കൊള്ളാം കേട്ടോ, നല്ല പവർ ട്രെയിലർ. അതായത് ഒരു പക്ക മാസ് മസാല പടമില്ലേ, ഒരു ആക്ഷൻ മാസ് ആക്ഷൻ പടം, അതിൻ്റെ ഒരു സാധനം അതേ തന്നെയാണ് ട്രെയിലറും സെറ്റ് ചെയ്തേക്കുന്നത്. എന്താണ് ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങും പരിപാടിയും അതിനൊക്കെ ഉള്ള പൊളിറ്റിക്സും അതിൻ്റെ അടുത്തുള്ള എനിമീസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിമ്പിൾ കഥയായിരിക്കും. ലാലേട്ടൻ്റെ ലുക്ക്, പക്ഷേ ലാലേട്ടൻ എന്തോ ഇവൻ്റെ അപ്പൂപ്പനാണ്, അങ്ങനെ എന്തല്ലേ പറഞ്ഞു, അപ്പനോ അങ്ങനെ എന്തോ അല്ലേ പുള്ളി. പക്ഷേ യങ്ങായിട്ടാണല്ലോ, ഒരു സിഗാറൊക്കെ വെച്ചിട്ട്
പുള്ളി ഫേസ് കാണിച്ചിട്ടില്ല, കൈ മാത്രമേ ഉള്ളൂ. നമ്മുടെ എമ്പുരാനിൽ പോലെ ഒരു മോതിരമൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മോതിരം ട്രെൻഡിങ് ആവും. കണ്ടിടത്തോളം കൊള്ളാം, കണ്ട രസമുണ്ട്. ഫൈറ്റ് പടം ഓണത്തിന് പിന്നെ എന്താ സെലിബ്രേഷൻ പടം കാണുക. എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എനിക്ക് പറ്റിയ അമിതമായിട്ടുള്ള ഈ ഇടിച്ചാ പറക്കുന്നതൊക്കെ ചിലപ്പോൾ ഡൈജസ്റ്റ് ആവില്ലെന്നുള്ളൂ. പക്ഷേ നല്ല ഒരു ഫൈറ്റ്, മറ്റേ ഹീറോയിസൊക്കെ കാണിക്കണം, മാസ് അടിക്കണ പടങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം. കണ്ടിടത്തോളം കൊള്ളാം. ഐ നോബഡി പോലെയൊന്നും സെക്കൻഡ് ഹാഫ് കുളമാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ആ പടം സെക്കൻഡ് ഹാഫ് ഒക്കെ പൊളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഏജാതി പടത്തിൽ നിൽക്കേണ്ട സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്തായിരുന്നു. അതേപോലെ ഇതൊരു ത്രൂ ഔട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നല്ല രീതിയിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാസ് എലിവേഷൻ സീനൊക്കെ വെച്ച് അങ്ങ് ഒരു പടം അടച്ചു കഴിഞ്ഞാൽ ഈ പടം കത്തും. കണ്ടിടത്തോളം നല്ല രസമുണ്ട്. പൃഥ്വിരാജ് എന്തൊരു ലുക്കാണ് എൻ്റെ പൊന്നാവും. ഒരു രക്ഷയില്ല. എനിക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങനെ ഏതൊക്കെ പടം ഇറക്കിയാലും ഞാൻ പോയി കാണും. ഐ അഡ്മയർ ദാറ്റ് ഗൈ. എൻ്റെ ഒരു വൺ ഓഫ് ദ, നമ്മളിങ്ങനെ പറയാം, അങ്ങനെ കണ്ടു പഠിക്കാൻ പറ്റിയൊരു മനുഷ്യൻ മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങേരാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കേട്ടോ. ബാക്കി നിങ്ങളിഷ്ടം. സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് പടം. 20-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വിച്ചിലടി വേറെ ലെവൽ. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ പറഞ്ഞോട്ടെ. പിന്നെ മറ്റേ പടം ഉണ്ടല്ലോ, ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്ന പടം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ട്. അതുകൊണ്ട് റിയാക്ഷനൊന്നും ഇനി നടക്കില്ല. അപ്പോൾ ശരി, എന്നാൽ